ഹലോ അസ്സാമലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനാകുമ്പോഴേക്കും ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് ഇത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ശരീരത്തിലൊരു തണുപ്പും അതുപോലെ ദാഹവും ഒക്കെ പെട്ടെന്ന് മാറാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിലോളം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഒരു മാങ്ങയായിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 ചെറുപഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മിൽക്ക് ഷേക്കിൻ്റെ പൗഡറാണ്. അതില്ലെങ്കിൽ കുഴപ്പമില്ല, ഏലക്ക ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ മാങ്ങ ചേർത്തുകൊണ്ട് ഈ പഴത്തിൻ്റെ ഒരു ടേസ്റ്റും വരില്ല കേട്ടോ. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും പാടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. പാലൊക്കെ എത്രയാണോ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് അത്ര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നല്ലവണ്ണം തണുപ്പിച്ചെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതും പാടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ചെറുപഴമൊക്കെ നമ്മൾ നോമ്പായ നമ്മൾ പിന്നെ ഏതാനൊക്കെ കളയാണ് ചെയ്യുന്നത്. ആരും കഴിക്കില്ല നോമ്പ് പെലച്ചൊക്കെ കഴിച്ചാൽ. അപ്പോൾ ഇങ്ങനെ മാംഗോയിലൊക്കെ കൂട്ടി അടിച്ചാൽ കുട്ടികളെല്ലാവരും കഴിക്കുകയും ചെയ്യും. നല്ലൊരു നോമ്പ് തുറക്കുമ്പോൾ നല്ലൊരു പിന്നെ തണുപ്പൊക്കെ ആവാനും ഈ ചൂട് കാലത്ത് ഇതുപോലെയുള്ള ജ്യൂസൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ഉന്മേഷം കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് ഇത്ര കുറുക്കം വേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാൻ ഇത്രയൊരു കുറുക്കത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ അടിപൊളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കണ്ടില്ലേ, നല്ല കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.